അല്ലാതെ ചില ആളുണ്ട് നിസ്കാരത്തിന് കയറുന്നതിന് പോകും. ഇറാൻ ഇപ്പൊ എന്താ ചെയ്തത്? നിസ്കാരത്തിൽ മൊത്തം ആലോചനയ്ക്ക് ഇറാന് വല്ല ബോംബിട്ടോ. അവനാരാ? അമേരിക്കന്റെ പ്രസിഡന്റ് ആണല്ലോ, ബ്രിട്ടന്റെ നേതാവാണല്ലോ. അത്ര പ്രാധാന്യത്തോടെ ഈ ന്യൂസൊക്കെ നോക്കുക. സലാം വീട്ടിൽ എവിടെ നോക്കും ഇനി അടുത്ത ബോംബ് എവിടെ വീണത്? ഇയാളാരാ? ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറലോ? നോട്ടം കണ്ട അങ്ങനെ വിചാരിക്കുക അയാളെ നിയന്ത്രിക്കണേതാ. കമന്റേറ്റ അങ്ങനെ വിചാരിക്ക. നമ്മുടെ നോട്ടം അവിടെയാണ്. മുസ്ലിം ലോകത്ത് യുദ്ധം അഭിമുഖീകരിച്ചത് ഇന്ന് മാത്രമല്ല, ഇന്നലകളിൽ മുഴുവനും ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട് വന്നവരാണ് നമ്മൾ. അവിടെ ജയിക്കാനുള്ള മരുന്ന് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതമാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കൊട്ടാരത്തിൽ പോയി. സ്പെയിനിലെ ഒരു കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരത്തിൽ നിന്നാണ് അമവി ഭരണകൂടത്തിലെ അവസാനത്തെ ഭരണാധികാരി കോട്ടയുടെ താക്കോല് ഫെർഡിനൻഡിന്റെയും ഇസബെല്ലയുടെയും കയ്യിൽ കൊടുത്തിട്ട് പിരിയുന്നത്. കോട്ട പൊളിക്കണ്ടെന്ന് കരുതിയിട്ട് ഭരണാധികാരി താക്കോല് ഫെർഡിനൻഡിന്റെയും ഇസബെല്ലയുടെയും കയ്യിൽ കൊടുത്തു. എന്നിട്ട് അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കോട്ടയിലേക്ക് തിരിച്ചൊന്ന് നോക്കി. ഞങ്ങൾ ആ കോട്ടയിൽ പോയിട്ടാ വരുന്നത്. ആ നോക്കിയപ്പോൾ ഭരണാധികാരിയുടെ ഉമ്മ തീരയായ ആയിഷ എന്ന മഹദി പറഞ്ഞു, എടാ ഇപ്പൊ പെണ്ണിനെ പോലെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ഇന്നലെ ആണിനെ പോലെ ജീവിക്കേണ്ടിയിരുന്നു. ഇന്നലെ ആൺകുട്ടിയെ പോലെ ജീവിച്ച് ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും നിസ്സാരനായി നീ കരയേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് ജീവിക്കുന്ന കാലം നന്മയുടെ മരങ്ങളാവണം, നല്ലത് ചെയ്ത് ജീവിക്കണം. ഇന്നലെ കൊട്ടാരത്തിൽ ആട്ടും പാട്ടവും തോന്നിവാസവും വന്നപ്പോൾ ഈ ബോധമുണ്ടായില്ല. എല്ലാം പണയം വെച്ച് കളഞ്ഞപ്പോൾ ഈ ബോധമുണ്ടായില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പ്രതാപം വരണോ, ഇസ്സത്ത് വരണോ, ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അല്ലാഹുവിലേക്ക് മടങ്ങണം. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. പ്രതാപം അല്ലാഹുവിന്റെ പക്കലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കലാണ്. ആ പ്രതാപം കിട്ടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചോ പ്രതാപമുണ്ട്. അതാണ് വലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ. മുഅ്മിനീങ്ങൾക്ക് പ്രതാപം എന്ന് പറഞ്ഞാൽ എന്താ? ആ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചാൽ പ്രതാപമുണ്ട്. വലിൽ മുഅ്മിനീൻ, ആ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണോ, ശരിയായി ഉറപ്പുള്ളവരാണോ, നമ്മളെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. നമ്മൾ ചോദിക്കും, അല്ല നിങ്ങളൊക്കെ പണ്ട് ബദറല്ലേ വയത് പറഞ്ഞിരുന്നത്, ഇപ്പൊ എന്തേ ബദർ പറയാത്തത്? ബദറിലിറങ്ങിയ മലക്കുകൾ എവിടെ? ബദരീങ്ങളെ സഹായിച്ച മലക്കുകൾ എവിടെ? അതെന്തേ ഫലസ്തീനികളെ സഹായിക്കാത്തത്? അതെന്തേ മറ്റു രാജ്യത്ത് വരാത്തത്? അതിന് മറുപടി ഒന്നേ ഉള്ളൂ, നമ്മൾ ബദരീങ്ങളായാൽ ബദറിലിറങ്ങിയ മലക്ക് ഇവിടെയും ഇറങ്ങും. നമ്മളെ ബദരീങ്ങളാവുക എന്ന് പറഞ്ഞാൽ പടവാളും എടുത്തിറങ്ങാന്നല്ല. ബദരീങ്ങൾക്കുണ്ടായിരുന്ന ഗുണമെന്താണ്? ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. ബദരീങ്ങൾക്ക് ഇറങ്ങിയ മലക്കുകൾ വരാത്തത് നമ്മൾ ബദരീങ്ങളാവാത്തത് കൊണ്ടാണ്. ബദരീങ്ങളുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ബദരീങ്ങളുടെ നേതാവാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹ്. സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ബദരീങ്ങളുടെ നേതാവ്. ബദർ യുദ്ധം നടക്കുമ്പോ നേതാവിന്റെ പണി എന്തായിരുന്നു? ബദരീങ്ങൾ ബദർ നടക്കുമ്പോ ബദറിന്റെ തലേ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ടില്ല. എന്തായിരുന്നു? അല്ലാഹുവിനോട് ദുആ.
അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. രണ്ട് കൈകളും വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് ബദരീങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേങ്ങി തേങ്ങി കരയുമ്പോൾ കൂടെയുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് തന്നെ ദയ തോന്നി. അത്രയും കരയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്രയും സങ്കടപ്പെടാണ്. അപ്പൊ തോളോട് ചേർന്ന് നിന്നുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടുന്ന് ഇങ്ങനെ സങ്കടപ്പെടരുത്, അള്ളാഹു കൈവിടൂല, ഇങ്ങനെ സങ്കടപ്പെടരുത്, നമ്മൾ ജയിക്കും. അപ്പൊ ബദരീങ്ങളുടെ നേതാവിന്റെ പണി എന്തായിരുന്നു? രാത്രി മുഴുവനും അള്ളാഹുവിനോട് ദുആ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളിൽ എത്ര പേര് അള്ളാഹുവിനോട് ദുആക്കുണ്ട്? ബാബരി മസ്ജിദ് പൊളിച്ചു പോവല്ലേ എന്ന് തഹജ്ജുദിന് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്ത എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? ഒന്ന് കൈവക്കാൻ പറഞ്ഞ വിഷമാവോ? മുദ്രാവാക്യം വിളിക്കാനുണ്ടായി, ബാനർ കെട്ടാനുണ്ടായി, പോസ്റ്റ് ഉണ്ടാക്കാനുണ്ടായി. നമ്മൾ അല്ലാഹു ആകുന്ന രാജാധിരാജനോട് ഈ കാണുന്ന ഏകദേശം വരുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന 20 കോടിയിലേറെ വരുന്ന മുസ്ലിമീങ്ങൾ, 20 കോടിയിലേറെ 23 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളുടെ ഇവിടെ നമ്മളിൽ എത്രയാളുകൾ അള്ളാഹുവോട് ദുആ ചെയ്തു, അല്ലാഹ് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഞങ്ങളുടെ പള്ളി കാത്തു തരണേ എന്ന് ദ്വാരക്കാൻ നേരം ഉണ്ടായോ? നമ്മൾ മെസ്സേജ് അയക്കുക, മിസൈൽ വിടുക, കുറ്റം പറയുക, കമന്റ് അടിക്കുക, അത് പറയാ ഇത് പറയാ, നമുക്കതേ നേരമുള്ളൂ. ഇപ്പോഴുണ്ടായ GCC പ്രതിസന്ധിയുടെ പേരിൽ മനസ്സുരുകിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കുന്ന എത്ര പേരുണ്ട്? ആദ്യത്തെ ഒരു പണിയാണല്ലോ ദ്വാരക്കുക എന്നുള്ളത്. നമുക്കിപ്പോ ഒരു പണിയുണ്ട്, ദ്വാരക്കണേ ദ്വാരക്കണേ മെസ്സേജ് ഇങ്ങനെ വിടും, എന്നിട്ട് സ്വന്തം ദ്വാരക്കുണ്ടാവും. അള്ളാഹുവിനോട് ദുആക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ്, മുഅ്ജിസത്ത് കൊണ്ട് അലങ്കരിക്കപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ നേതാവ്, അല്ലാഹ് ഞങ്ങളെ തോൽപ്പിക്കല്ലേ അല്ലാഹ്, ഞങ്ങൾ തോറ്റോ ഇവിടെ ആരും ഉണ്ടാവില്ല അല്ലാഹ്. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ആ ദുആ ചെയ്ത സ്ഥലത്താണ് ഒരു കുടിലുണ്ടായിരുന്നത്. അവിടെയാണ് മസ്ജിദുൽ അരീഷ് നിലനിൽക്കുന്നത്. ആ പള്ളിന്റെ ഉള്ളിൽ എന്തായിരുന്നു പണി? അല്ലാഹുവിനോട് കക്ഷം കാണുന്നവരെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാവ് വെളുക്കുവോളം ദുആ ചെയ്തു. സ്വഹാബത്തിന്റെ പണി എന്തായിരുന്നു? ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. സ്വഹാബത്തിന് അന്നൊരു മുദ്രാവാക്യമേ ഉള്ളൂ, യാ റസൂലല്ലാഹ്, ഞങ്ങൾ തങ്ങളുടെ അടുത്തേക്ക് വരിക അല്ലാതെ ഞങ്ങൾ എവിടേക്ക് പോവാനാ? ഇതായിരുന്നു ബദരീങ്ങളെ ഗുണം. ലൈസ ലനാ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാ, ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, ഞങ്ങൾക്ക് തങ്ങളുടെ അടുത്തേക്ക് ഓടി വരിക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾ ആലോചിക്കും അവരെവിടാ പോവാന്ന്. അതിനുള്ള മറുപടി സ്വഹാബത്ത് പറഞ്ഞു, വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി, ജനങ്ങൾ അവരുടെ നേതാവിലേക്കല്ലാതെ പിന്നെ എവിടെ പോവാനാ? അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരണം, തങ്ങളെ മഹബ്ബത്ത് വെക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണം. നമുക്ക് നേരം ഉണ്ടാവും? ഇപ്പൊ പള്ളികളിലൊക്കെ ആഴ്ച സലാത്തിന് എത്ര ആളുണ്ട്? ഇവിടെ ആഴ്ച സലാത്തില്ലേ? പണ്ട് എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച രാവ് സ്വലാത്ത്. ഇന്ന് ജമാഅത്ത് കഴിഞ്ഞാൽ ദുആരക്കാനിരിക്കാൻ ആളെവിടെ? ദുആയ്ക്കുമ്പോൾ ആള് ചാടി പുറത്തിറങ്ങി കഴിഞ്ഞു. പകുതിയിലേറെ ആളും പുറത്തിറങ്ങി. എന്താ പണി? ഒരു പണിയില്ല. നീ എന്നാടാ ഗൾഫിൽ നിന്ന് വന്നേ? നീ എന്നാടാ പോണ്? പള്ളിന്റെ ഉള്ളിൽ നിന്നപ്പോ എന്തായിരുന്നു പ്രശ്നം? വെള്ളിയാഴ്ച ജുമഅക്ക് നേരത്തെ വരണം, അൽ കഹ്ഫ് ഓതണം, സ്വലാത്ത് ഓതണം, സ്വലാത്ത് ചൊല്ലണം. ഇന്ന് എത്ര ആളുകൾക്ക് നേരം കിട്ടുന്നുണ്ട് അതിന്?
ഈ സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, കഴിഞ്ഞ വെള്ളിയാഴ്ച അൽകഹ്ഫും സ്വലാത്തും ചൊല്ലാത്ത ആളുകളോട് ചോദിക്കുക, നിനക്ക് നേരം കിട്ടാത്തോണ്ടാണോ ഓതാഞ്ഞത്? ഒരു 10 മിനിറ്റ് കിട്ടായിട്ടാ? അതോ വേണമെന്ന് വെച്ച് പോയിട്ടോ? ഭൂരിപക്ഷ ആളുകളും അത് വേണമെന്ന് വിചാരിച്ച് നേരത്തെ പള്ളിയിൽ പോണില്ല. അതുവരെ ഇങ്ങനെ തോണ്ടിയിരിക്കുക. ചിലപ്പോ ഖുത്ബ കാണാൻ ചെറുപ്പക്കാരൊക്കെ മൊബൈലില്ല. നമ്മൾ ഇന്ന് എവിടെയാണ് ജീവിക്കുന്നത് നമ്മൾ ആലോചിക്കണം. വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ വരാൻ നേരമില്ല, അൽകഹ്ഫ് ഓതാൻ നേരമില്ല, സ്വലാത്തു ചൊല്ലാൻ നേരമില്ല. ജുമുഅന്റെ ജമാഅത്ത് കഴിഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് ദുആയിക്ക് ഇരിക്കാൻ നേരമില്ല. അങ്ങനെ വരുമ്പോൾ ഏതോ കുത്തക രാജ്യത്തെ അക്രമിയായ ഭരണാധികാരിക്ക് തോന്നും അവിടെ 4 ബോംബും കൂടെ പൊട്ടിക്കോട്ടേന്ന്. അപ്പൊ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അള്ളാഹുവിന്റെ പരീക്ഷണം പല വിധത്തിലുണ്ട്. മാനമിടിഞ്ഞു വീഴുന്നത് മാത്രമല്ല, അള്ളാഹു തആല വെക്കുന്ന പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ് അക്രമികളായ ഭരണാധികാരികൾ. അത് റബ്ബിന്റെ പരീക്ഷണമാണ്. അതുകൊണ്ടല്ലേ പണ്ട് മുതലേ നമ്മൾ ദുആ ചെയ്യുന്നത്, ലാ തുസല്ലിത് അലൈനാ മല്ലാ യഖാഫുക വലാ യർഹമുനാ. പടച്ചോനെ, നിന്നെ പേടിക്കാത്ത, ഞങ്ങളോട് കരുണയില്ലാത്തവരെ ഞങ്ങളുടെ ഭരണാധികാരികളാക്കല്ലേ എന്ന്. കാരണം എന്താ? അള്ളാഹു പരീക്ഷിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു പരീക്ഷണാണ് അക്രമിയായ ഭരണാധികാരിയെ തരിക എന്നുള്ളത്. അത് മുഖ്യമന്ത്രിയാവാം, പ്രധാനമന്ത്രിയാവാം, വേറെ രാജ്യത്തിന്റെ മന്ത്രിയാവാം, ഐക്യരാഷ്ട്ര നേതാവാകാം, ലോകരാഷ്ട്ര നേതാവാകാം, പലതും ആവാം. അങ്ങനെ എല്ലാം ഉണ്ടാവാം. അങ്ങനെ ഒന്നും തരല്ലേ എന്ന് ദുആ ചെയ്യണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അതിജീവിക്കാനുള്ള മാർഗം എന്താണ്? നാളെ വെള്ളിയാഴ്ചയാണ്. അൽകഹ്ഫ് മുടക്കണ്ട, സ്വലാത്ത് ചൊല്ലാൻ മടി വേണ്ട. നിസ്കാരം കഴിഞ്ഞാൽ ഇജാബത്തുള്ള സമയമാണ്. ഇരുന്ന് ഒരുമിച്ചൊന്ന് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഗൾഫിലുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നത് അവരുടെ അധ്വാനത്തിന്റെ ഭാഗം കൂടിയാണ്. നീ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്ന് പടച്ചവനോട് ദുആ ചെയ്യണേ. അല്ലാതെ ചില ആളുണ്ട് നിസ്കാരത്തിന് കയറുന്നതിന് നോക്കും, ഇറാൻ ഇപ്പൊ എന്താ ചെയ്തത്? നിസ്കാരത്തെ മൊത്തം ആലോചനയ്ക്ക് ഇറാന് വല്ല ബോംബിട്ടോ? അവനാരാ? അമേരിക്കന്റെ പ്രസിഡന്റ് ആണല്ലേ, ബ്രിട്ടന്റെ നേതാവാണല്ലോ. അത്ര പ്രാധാന്യത്തോടെ ഈ ന്യൂസൊക്കെ നോക്കുക. സലാം വീട്ടിൽ ഉടനെ നോക്കും, ഇനി അടുത്ത ബോംബ് എവിടെ വീണത്? ഇയാളാരാ? ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറലോ? നോട്ടം കണ്ട അങ്ങനെ വിചാരിക്കുക അയാളാ നിയന്ത്രിക്കണേതാ. കമന്റേറ്റ അങ്ങനെ വിചാരിക്കുക നമ്മുടെ നോട്ടം അവിടെയാണ്. അതേ സമയത്ത് നിസ്കാരത്തിന് മുമ്പേ പോയി അൽകഹ്ഫ് ഓതി സ്വലാത്തു ചൊല്ലി ജുമുഅ കഴിഞ്ഞ് അവിടെ ഇരുന്ന് ജമാഅത്തോടെ ഇരുന്ന് ദുആ ഇറക്കണം. അല്ലാഹ് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. ആ ദുആ ഇജാബത്തുള്ള സമയമാണ്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. കൂട്ടമായി ദുആ ഇറക്കുമ്പോൾ ഇജാബത്തുണ്ട്. സുബ്ഹാനല്ലാഹ് 33 ചൊല്ലി, അൽഹംദുലില്ലാഹ് 33 ചൊല്ലി, അല്ലാഹു അക്ബർ 33 ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാര്യം ഏറെയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഖത്തീബ് ചിലപ്പം വായിക്കും, ഇന്നടത്തുനിന്ന് മരിച്ച ആളെ പേര് മയ്യിത്ത് നിസ്കരിക്കണമെന്ന്. അപ്പൊ കുറെ ആളങ്ങ് പോകും. ഓല വിചാരെന്താ? നമ്മളാരും മരിക്കാൻ പോണില്ല എന്നാ. ചിലപ്പോ അടുത്ത വെള്ളിയാഴ്ച ഓന്റെ പേരായിരിക്കും വായിക്കുക. നമ്മുടെ പോക്കാണ്ട് പോയി. അപ്പൊ നമുക്കതിന് നേരം വേണം. നമുക്ക് പള്ളിയിൽ ചെലവഴിക്കാൻ നേരം വേണം, ഖുർആൻ ഓതാൻ നേരം വേണം, സ്വലാത്തു ചൊല്ലാൻ നേരം വേണം, ദിക്റ് ചൊല്ലാൻ നേരം വേണം, ഹദ്ദാദ് ചൊല്ലാൻ നേരം വേണം. അങ്ങനെയൊക്കെ നമുക്ക് നേരമില്ലാതെ വന്നപ്പോഴാണ് നമ്മുടെ നേരെ പലരും വരാൻ തുടങ്ങിയത്.
അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരുപാട് പരീക്ഷണങ്ങളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏത് കാലത്തും നമുക്കുള്ള ജയം എവിടെയാണ്? തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദതി. എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം തഖ്വയാണ്. എല്ലാ പരാജയത്തിന്റെയും അടിസ്ഥാനം എന്താണെന്നറിയുമോ? വത്തിബാഉ അഹ്വാ. നമ്മുടെ വികാരങ്ങളുടെ പിന്നിൽ സഞ്ചരിക്കുന്നതാണ്. ഇഷ്ടമുള്ളത് കാണണം, ഇഷ്ടമുള്ളത് കേൾക്കണം, തോന്നിവാസങ്ങളിൽ ഇടപെടണമെന്ന് പറഞ്ഞാൽ അതെല്ലാ ശർറിന്റെയും അടിസ്ഥാനമാണ്. തഖ്വൽ ഇലാഹ്, അല്ലാഹുവിൽ തഖ്വയുള്ളവരാകണം. അല്ലാഹു നമ്മളെ മുഴുവനും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ.